PM ശ്രീ പദ്ധതി എന്നാൽ പിണറായി, മോദി എന്നീ ശ്രീമാന്മാരുടെ ഒരു പദ്ധതി എന്നാണോ പ്രബുദ്ധ കേരളം മനസ്സിലാക്കിയിരിക്കുന്നത്? ആണെങ്കിലും അല്ലെങ്കിലും കോങ്ങനെ ചിലത് പറയാനുണ്ട്. മിക്കവർക്കും അത്ര കണ്ട് ദഹിക്കാനിടയില്ലാത്ത ചില പച്ചസത്യങ്ങൾ, കോങ്ങന്റെ പച്ചസത്യങ്ങൾ. ഒന്നാമത്തെ പച്ചസത്യം ഇതാണ്: കേരളത്തിലേക്കുള്ള BJPയുടെ ചുവപ്പ് പരവതാനിയാണ് CPM. കേരളത്തിൽ 1986 മുതൽ നിലനിന്നിരുന്നതും അതുകൊണ്ട് തന്നെ 3 പതിറ്റാണ്ടിലധികം പഴക്കം ചെന്നതുമായിട്ടുള്ള വിദ്യാഭ്യാസ നയത്തെ കാലികമായി പരിഷ്കരിക്കുന്നതായിരുന്നു 2020 ദേശീയ വിദ്യാഭ്യാസ നയം. കുട്ടികളിൽ സർഗാത്മകവും സൃഷ്ടിപരവുമായിട്ടുള്ള ചിന്ത വളർത്തുക, അവരിൽ നീതിശാസ്ത്ര ബുദ്ധി ഉണർത്തുക, പുതുതലമുറയ്ക്ക് ഡിജിറ്റൽ ലോകത്ത് ജീവിക്കാനുള്ള പ്രാപ്തി പകരുക, നൂതനമായിട്ടുള്ള തൊഴിൽ മേഖലകളിൽ അവർക്ക് പ്രാവീണ്യം നൽകുക, നവഭാരതത്തെ കൂടുതൽ ശോഭനമായിട്ടുള്ള ഭാവിയിലേക്ക് നയിക്കാൻ അവരെ സജ്ജരാക്കുക. ഇത്തരം ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. പഠിപ്പിക്കേണ്ടി വരുമെന്ന് BJPയുടെ നേതാവിന് പറയുവാനുള്ള ഒരു അവസരം ഈ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ടതല്ലേ? ഗൂഗിളാനന്തര ലോകത്ത് സമൂഹം എന്ന സംവിധാനത്തിന് വലിയ നിലയിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 20%, ഒരല്പം അതിശയോക്തിയാണ്, എന്നാലും ഒരു 10-18 മേളിലൊക്കെ വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രത്തോളം ജനങ്ങളെ ഒറ്റയ്ക്ക് വഹിക്കുന്ന ഭാരതത്തിന് കാലികമായിട്ടുള്ള നിലയിൽ വിദ്യാഭ്യാസ നയം പരിഷ്കരിച്ചേ മതിയാവൂ. എന്തായാലും ഭാരതത്തിന് വേണ്ടി വിദ്യാഭ്യാസ നയത്തിൽ പരിഷ്കരണം നടത്താനുള്ള യോഗ്യത ലോകാവസാനം വരെ പിണറായിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ലഭിക്കാനും പോകുന്നില്ല, അല്ലേ? പിന്നെ നാടിന് നല്ലതാകുന്ന എന്തിനേയും എതിർക്കുക എന്നത് ഒരു കമ്മി സ്വഭാവമാണ്. കമ്പ്യൂട്ടറിനെ എതിർത്തവരല്ലേ കമ്മികൾ, അല്ലേ? എന്നിട്ടെന്തായി? അടിമക്കണ്ണരായിട്ടുള്ള അണികളുടെയും അനുഭാവികളുടെയും ന്യായീകരണ ശക്തി വർദ്ധിപ്പിക്കാനായി AKG സെന്ററിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജയരാജൻ ഗുളികകൾ അത് നാടെങ്ങും വിതരണം ചെയ്യാൻ അവരിന്ന് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് കമ്പ്യൂട്ടറുകളെ അല്ലേ? അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ പണി കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രാക്ടറിനെ അതിനിശിതമായി അതിശക്തമായി എതിർത്തിട്ടുള്ള കമ്മികൾ കർഷക സമരത്തിനായി ട്രാക്ടറും എടുത്തല്ലേ ദില്ലിക്ക് പോയത്? സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത് ജീവനോടെ മരിച്ച് കട്ടിലിലായ സഖാവ് പുഷ്പൻ പൂർണ്ണമായും മരിക്കുന്നതിന് മുന്നേ പാർട്ടി സ്വാശ്രയ കോളേജുകളുടെ നടത്തിപ്പ് ആരംഭിച്ചില്ലേ? പാർട്ടിക്കാരൻ സ്വാശ്രയ കോളേജിന്റെ ഉടമയായില്ലേ? പാർട്ടി നയിക്കുന്ന സർക്കാർ സ്വാശ്രയ കോളേജ് അനുവദിച്ചില്ലേ? TP ശ്രീനിവാസൻ അടികൊണ്ട് നിലംപറ്റി, പുഷ്പൻ വെടികൊണ്ട് കട്ടിലുപറ്റി എന്നീ അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ പാർട്ടിയുടെ സ്വാശ്രയ കോളേജ് സമരവും ലാഭത്തിലല്ലേ കലാശിച്ചിട്ടുള്ളൂ? പറയാനാണെങ്കിൽ ഇങ്ങനെ എന്തെല്ലാം നമുക്ക് പറയാം, അല്ലേ? വെറുതെ സമയം കളയാം എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചിന്ത എന്ന് പറയുന്ന മാസികയിൽ ശ്രീ ഗിരീഷ് ചേനപ്പാടിയുമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നടത്തിയിട്ടുള്ള സംസാരത്തിൽ PM ശ്രീ പദ്ധതിക്കെതിരെ ശക്തമായിട്ടുള്ള പരാമർശമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത് വായിച്ചതാണ്. 2020 ആവിഷ്കരിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നടത്തിപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ള, അങ്ങനെ പറയാമല്ലോ അല്ലേ? അതുകൂടി ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗം തന്നെയാണല്ലോ അത് നടത്തുക എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ PM ശ്രീ പദ്ധതിയെ ശിവൻകുട്ടി സഖാവു അല്ലാതെ എതിർക്കുകയും ചെയ്തിരുന്നു ആ അഭിമുഖ സംസാരത്തിൽ. പക്ഷേ ഏതാനും ദിവസങ്ങൾക്കകം കേരളം PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകുമെന്ന് അദ്ദേഹം തന്നെ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുണ്ട്, അല്ലേ? അല്ല, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മന്ത്രിയുടെ ഒരു കത്ത് വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അവർ അത് വളരെ നന്നായി. ഞാനതിനെ അധിക്ഷേപിച്ച് പറഞ്ഞത് അത് വേണ്ടതാണ്, നന്നായി. കമ്മികളുടെ എതിർപ്പിനിരപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതി ഭാരതത്തിന്റെ ഭാവിക്ക് വളരെ ഗുണമാകുന്ന ഒരു പദ്ധതിയാണെന്ന് വലിയ ആലോചന കൂടാതെ തന്നെ നമുക്ക് ആർക്കും ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വിചാരവും എനിക്കുണ്ട്. എന്നാൽ നാടിന് ഗുണമാവുമെന്ന വിചാരം കൊണ്ടല്ല കേട്ടോ സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമാകുന്നത്. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നാടിന് നല്ലത് വന്നോട്ടെ, നമ്മുടെ ഭാവി തലമുറ നന്നായിരിക്കട്ടെ എന്നുള്ള വിചാരം കൊണ്ടല്ല. PM ശ്രീ പദ്ധതിയിൽ ചേരുകയാണ് എന്നുണ്ടെങ്കിൽ അതുവഴി ലഭിക്കുന്ന പണമാണ് പാർട്ടി ലക്ഷ്യം വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ആത്മാർത്ഥതയുമില്ല. നാടിന് ഗുണമാകുമെന്നോ വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യുമെന്നുള്ള ഒരു തരത്തിലുള്ള ചിന്തയും അവർക്കില്ല. ആ പദ്ധതിയിൽ ചേർന്നാൽ പണം ലഭിക്കും. പാർട്ടിയുടെ ഈ പണക്കുതി കേരളത്തിന്റെ ഭാവിക്ക് ഗുണമാകുന്നത് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണെന്ന് പൊങ്ങനെ തോന്നുന്നു. അത് ഈ PM ശ്രീ പദ്ധതിയിലൂടെ ആവും, അല്ലേ? എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്ര ശക്തമായി എതിർത്താൽ പോലും ആ എതിർപ്പിനെയൊക്കെ എങ്ങനെ മറികടക്കണമെന്ന് വളരെ നന്നായിട്ട് അറിയാവുന്നവരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. പണക്കൊതിയന്മാരുടെ നാവിലെ ആദർശമുണ്ടാവൂ എന്നുള്ളതാണ് സത്യം. അവരുടെ നാവിൽ മാത്രമേ ആദർശമുണ്ടാവൂ. ഒരിക്കലും അവരുടെ പ്രവൃത്തിയിൽ അത് കാണില്ല, ആദർശം കാണില്ല. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണക്കൊതിയന്മാരുടെ ഒരു സങ്കേതം മാത്രമാണ്. അണിയാളന്മാരെ പറ്റിക്കാൻ വേണ്ടി ആദർശം പ്രസംഗിക്കുമെന്നല്ലാതെ ആദർശം പ്രവൃത്തിയിൽ കൊണ്ടു നടക്കാൻ മാത്രം മണ്ടന്മാരൊന്നുമല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ. അതുകൊണ്ട് തന്നെ
ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു റെൻഡേ പാർട്ടി മാത്രമാണ്. റെൻഡേ പാർട്ടി ഇപ്പോൾ അങ്ങനെ ഒരു വിചാരമുണ്ട്. റെൻഡേ പാർട്ടി ചോദിക്കുന്ന പണം കൊടുത്താൽ സ്വന്തം പോലെ ആ പാർട്ടിയെ ഇന്ന് ആർക്കും പ്രയോജനപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. സുഡുക്കൾ കുറച്ചു കാലം പാർട്ടിയെ പ്രത്യക്ഷത്തിൽ പാട്ടത്തിനെടുത്ത് പ്രവർത്തിച്ചിരുന്നത് ഓർമ്മയില്ലേ? ഇപ്പോൾ കുറച്ചുകൂടി രഹസ്യമാക്കിയിട്ടുണ്ട്. പണമുണ്ടെങ്കിൽ ആർക്കും അതൊക്കെ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളത്. സുഡാപ്പികൾക്ക് മാത്രമല്ല, ആർക്കും പറ്റും. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ എന്നല്ല BJPയുടെ തന്നെ പദ്ധതികളായാൽ പോലും അത് കേരളത്തിൽ നടപ്പിലാക്കാൻ തൽക്കാലം സ്വന്തമായ ഒരു സർക്കാരിന്റെ ആവശ്യമില്ല എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിന് വളരെ നല്ലോണം അറിയാം. കേരളത്തിൽ സർക്കാർ രൂപീകരിക്കാനായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ചുവപ്പ് പരവതാനി വിരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ മഹത്തായിട്ടുള്ള പ്രവർത്തന യജ്ഞത്തേക്കാൾ ഫലപ്രദമാവുക ഇന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണക്കുതിയാണ് എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് വളരെ നല്ലോണം അറിയാം, വ്യക്തമായിട്ടറിയാം. BJPയുടെ ഒരു 8-10 പ്രതിനിധികളെ നിഷ്പ്രയാസം കേരള നിയമസഭയിൽ എത്തിക്കാൻ സ്വന്തം പ്രവർത്തകരുടെ അർപ്പിത ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനത്തെക്കാൾ കമ്മി നേതാക്കളുടെ ഈ പണക്കൊതി ഉപകരിക്കുമെന്ന് അവരുടെ ദേശീയ നേതൃത്വത്തിന് വളരെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാവണം നാവിന് മലയാളവും പാദങ്ങൾക്ക് കേരളീയ മണ്ണും പരിചയമില്ലെങ്കിലും നമ്മുടെ RCGക്ക് പ്രസ്ഥാനം കേരളത്തിന്റെ ചുമതല അങ്ങോട്ടേക്ക് നൽകിയത്. പോകാൻ പറഞ്ഞത് തിരിഞ്ഞോ? കുറച്ചെങ്കിലും പേർക്കല്ലേ? എന്തായാലും കീശയിൽ 10 പുത്തനുണ്ട് എന്നുണ്ടെങ്കിൽ പണക്കുതിയരായിട്ടുള്ള പാർട്ടി നേതാക്കളെ തീർച്ചയായിട്ടും വരുതിയിൽ നിർത്താം. നാവുകൊണ്ട് വേശ്യാവൃത്തി എടുക്കുന്ന ഏതാനും മുന്തിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ വാടകയ്ക്കെടുത്ത് അവരെ കൊണ്ട് സംസാര സുരതം അങ്ങോട്ട് നടത്തിച്ചാൽ നാട്ടുകാരിലും സ്വല്പം ഇളക്കമുണ്ടാക്കാം. അവരുടെ കാതുകൾക്കും ഒരു മൂർച്ച ലഭിക്കും. പറഞ്ഞു വന്നത് ഇതാണ്, PM ശ്രീ പദ്ധതി കേരളം നടപ്പിലാക്കും ഉറപ്പായും. എന്ന് മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിന്റെ സകല പദ്ധതികളും കേരളം മടികൂടാതെ നടപ്പിലാക്കുകയും ചെയ്യും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. വർത്തമാനം പലതും പറയും. കാരണം പറഞ്ഞല്ലോ, കമ്മികളുടെ നാവിലാണ് ആദർശമുള്ളത്. നാവിൽ മാത്രമേ ആദർശമുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പ്രസംഗിക്കും ആദർശം, പ്രവൃത്തിയിൽ വരില്ല. നിലവിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം കേന്ദ്രത്തിലെ BJP ഭരണത്തിന് ഒരു നിലയ്ക്കും ഭീഷണിയല്ല, ഒരു നിലയ്ക്കുമല്ല. എന്ന് മാത്രവുമല്ല, ഈ അയൽക്കാർക്ക് മുന്നിൽ അടികൂടുമെങ്കിൽ കൂടി അർദ്ധരാത്രിയിൽ വേഴ്ചാവിരോധം കൂടാതെ അനുനയപൂർവം കിടപ്പറയിൽ അടിവസ്ത്രം വെടിയുന്ന പങ്കാളിയെ പോലെയാണ് കേരളീയ കമ്മികൾ ഭാരതീയ സംഘികളെ ബാധിക്കുന്നത്. അങ്ങനെയാണ് പോങ്ങനൊരു വിശ്വാസം, മനസ്സിലാക്കൽ, പോങ്ങനൊരു നിരീക്ഷണം. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതി എന്നാൽ പിണറായി മോദി എന്നീ ശ്രീമാന്മാരുടെ ഒരു പദ്ധതി എന്ന് ഏതെങ്കിലും പ്രബുദ്ധനോ അല്ലെങ്കിൽ ഇനിയിപ്പോ പ്രബുദ്ധ കേരളം തന്നെയോ മനസ്സിലാക്കിയാൽ പോലും, അങ്ങനെ പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. കാരണം ദേശീയവാദി എന്ന നിലയിൽ രാജ്യത്തിന് ഗുണമാവുന്നത് ചെയ്യുക എന്നത് ശ്രീ മോദിയുടെ കടമയാണ്, അല്ലേ? ആണ്. അതുപോലെ തന്നെ രാജ്യത്തിന് ഗുണമാവുന്ന ഒന്നിനോട് വളരെ പ്രതികൂല ഭാവം സ്വീകരിക്കുക എന്നത് കമ്മി എന്ന നിലയിൽ ശ്രീ പിണറായിയുടെ അവകാശവുമാണ്. ശരിയല്ലേ? ആ പ്രയോഗം ഞാൻ തന്നെ ഒന്ന് ആസ്വദിച്ചു പോയി. ഈ ഇടഞ്ഞു നിൽക്കുന്ന ശ്രീ പിണറായിയെ മൂക്കുകയറിയിട്ട് അദ്ദേഹത്തെ നേർവഴിയെ തെളിക്കേണ്ടത് ശ്രീ മോദിയുടെ ഉത്തരവാദിത്വവുമാണ്. സ്വാഭാവികമായും PM ശ്രീ പദ്ധതി എന്നാൽ പിണറായി മോദി എന്നീ ശ്രീമാന്മാരുടെ ഒരു പദ്ധതി എന്ന് ആരെങ്കിലും ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ടേക്ക് പരിഹസിച്ചാൽ തന്നെ അതിലൊട്ടും തെറ്റ് പറയാൻ പറ്റില്ല. ഏത്? അത് വാസ്തവമാണ്. അവർ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് തന്നെയല്ലോ, കേന്ദ്ര ഗവൺമെന്റ്. ചുരുക്കി പറഞ്ഞാൽ BJPക്കായി ചുവപ്പ് പരവതാനി വിരിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഇടത് സർക്കാരിനോളം ആത്മാർത്ഥമായി കാഴ്ചവെക്കാൻ കേരള മണ്ണിൽ ഭാജപയുടെ സംസ്ഥാന ഘടകത്തിന് പോലും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിക്കില്ല. അതാണ് പോങ്ങൻ ഇന്ന് പറയുന്ന ഒന്നാമത്തെ പച്ച സത്യം. നമുക്ക് ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ആയില്ലേ, നമുക്ക് നാളെ വേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലായല്ലോ. അടുത്ത പച്ച സത്യം പോകൻ നാളെ പറയാം. പറഞ്ഞാൽ കേൾക്കാൻ വരുമോ? വന്നാലും വന്നില്ലെങ്കിലും പോകൻ കുറച്ച് പച്ച സത്യങ്ങൾ പറഞ്ഞിട്ടേ ഈ നാവടി നിർത്തുന്നുള്ളൂ. അടുത്ത പച്ച സത്യവുമായിട്ട് പോങ്ങൻ നാളെ വരാം. സ്നേഹം. നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. അത് അപ്പോഴും പറഞ്ഞ് നമ്മൾ അനുഭവിച്ചോളാം.